You know, sometimes in small towns, in the streets, there are people who extort money. നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നമ്മുടെ റോഡില് ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലൊക്കെ ആൾക്കാരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്ന ചില ആളുകളുണ്ട്. നമുക്കറിയാം. You know, they will threaten somebody and they'll say, "Give me money." അവരെന്ത് ചെയ്യും? ആൾക്കാരെ കാണുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയും, എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. You know them. In every town there are 5 or 6 people here. In every street there'll be somebody who threatens somebody, say, "I'll break your legs if you don't give me money." ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ വില്ലേജുകളും നമ്മുടെ ഗ്രാമത്തിലും റോഡിലും ഒക്കെ ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരിക്കും, എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ കാലടിച്ച് പൊട്ടിക്കും, മുട്ടടിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഭീഷണി. In the street it's called extortion. അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റോർഷൻ, അതായത് പൈസ പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക എന്ന് നമ്മൾ പറയും. How do you say extortion? Extortion? No, in Malayali how do you say it? കൊള്ളയടിക്കൽ, 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 കൊള്ളയടിക്കൽ. In Malayalam you say കൊള്ളയടിക്കൽ. Modi calls it electoral bonds. മലയാളത്തില് നമ്മൾ കൊള്ളയടിക്കൽ എന്ന് പറയുന്ന കാര്യത്തിനെയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. What the common thief is doing on the street, the Prime Minister is doing at an international level. നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിലെ ഈ റോഡില് സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് I'll give you a few examples.